Hi everyone. Calicut University M.Com 4th semester Financial Derivatives and Risk Management എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂളായിട്ടുള്ള പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻ എന്നുള്ളതാണ്. അതായത് തേർഡ് മൊഡ്യൂളിൽ വരുന്ന ഓപ്ഷൻ എന്നുള്ളതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ഫോർത്ത് മൊഡ്യൂൾ പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻ എന്നുള്ളത് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ആദ്യം വരുന്ന കൺസെപ്റ്റാണ് ഇൻട്രൻസിക് വാല്യൂവും അതേപോലെ തന്നെ ടൈം വാല്യൂവും. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂ ആൻഡ് ടൈം വാല്യൂ എന്ന് പറയുന്നതാണ് വരുന്നത്. ഇതിൽ ഈ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുകയാണെങ്കിലും ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ കണ്ടൈൻഡ് ഇൻ ദ അസറ്റ്സ് ഇറ്റ് സെൽഫ്. അതായത് ആ അസറ്റ്സിന്റെ കൂടെ ഉള്ള ഒരു വാല്യൂവിനാണ് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു വാല്യൂസോ കാര്യങ്ങളോ ആഡ് ചെയ്യാതെ ആ അസറ്റ്സ് ഇറ്റ് സെൽഫ് ഉള്ള ഒരു വാല്യൂ ആണ് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് ദ ഓപ്ഷൻ ബയർ വുഡ് റിസീവ് ഇഫ് ദ ഓപ്ഷൻ ഇസ് എക്സൈസ്. അതായത് ഒരു ഓപ്ഷൻ ബയർ ആ ഓപ്ഷൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് തന്നെ അതിനെ ബൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ബിക്കോസ് അതിൽ വേറെ ഒരു പ്രൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് അസറ്റ്സിലുള്ള പ്രൈസ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഇറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ ഇഫ് ഇറ്റ് ഈസ് എക്സൈസ്ഡ് ഇമീഡിയറ്റ്ലി. ദെൻ ഇൻ ദ കേസ് ഓഫ് ദ കോൾ ഓപ്ഷൻ, നമുക്ക് ഓപ്ഷൻസ് തന്നെ കോൾ ഓപ്ഷൻ ഉണ്ട്, പുട്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ കോൾ ഓപ്ഷൻ എന്നുള്ളതിന്റെ കേസസിൽ വരികയാണെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് ലെസ് ദാൻ ദ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഒരു അണ്ടർലൈങ് അസറ്റ്സിന്റെ സ്പോട്ട് പ്രൈസസ് ലെസ് ദാൻ ദ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ കേസസിലോട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസസ് ലെസ് ദാൻ ദ സ്പോട്ട് പ്രൈസിന്റെ അണ്ടർലൈങ് അസറ്റ്സിന്റെ ബേസിസിലാവും നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ കോൾ ഇസ് ദ എമൗണ്ട് ബൈ വിച്ച് ആൻ ഓപ്ഷൻ ഇൻ ദ മണി. അതേപോലെ തന്നെ ഇൻ ദ മണി എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻ ദ മണിയും അതേപോലെ തന്നെ ഔട്ട് ദ മണി എന്നുള്ളതിന്റെ രണ്ട് ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ നമ്മൾക്ക് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് 0 എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഇൻ ദ മണിയും അതേപോലെ തന്നെ ഔട്ട് ദ മണിയും. ദെൻ ഈ ഓപ്ഷനിൽ തന്നെ അറ്റ് ദ മണി എന്നുള്ളതിന്റെ ബേസിസിലാണെങ്കിൽ അതിൽ നമുക്ക് 0 എന്നുള്ളതിന്റെ ബേസിസിലാവും കിട്ടുന്നത്. രണ്ട് ബേസിസിൽ നമുക്ക് 0 എന്നുള്ളതാവും കിട്ടുന്നത്. ഇൻ ദ മണി ആണെങ്കിൽ ഇൻട്രൻസിക് വാല്യൂവിന് മറ്റൊരു ഓപ്ഷൻ കൂടി നമ്മൾക്ക് ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഇൻട്രൻസിക് വാല്യൂവിൽ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ട് വാല്യൂ ആയിരിക്കും. ഓക്കെ, കറണ്ട് വാല്യൂ റെപ്രസെന്റ് ബേസിസിലായിരിക്കും നമ്മുടെ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അതിന് എത്രയാണ് വാല്യൂ ഉള്ളത് എന്നുള്ളതിന്റെ ബേസിസിൽ. അതേപോലെ തന്നെ ഇതൊരു പോസിറ്റീവ് പേ ഓഫ് ആണ്, ബയേഴ്സിന് ഒരു പോസിറ്റീവ് പേ ഓഫ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ബയേഴ്സിന് ഇപ്പോഴെന്താണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഇൻട്രൻസിക് വാല്യൂയിലൂടെ കിട്ടുന്നത്. ഇൻട്രൻസിക് വാല്യൂവിനെ നമ്മൾക്ക് പാരിറ്റി വാല്യൂ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ വാല്യൂ, അണ്ടർലൈങ് വാല്യൂ എന്നൊക്കെ നമ്മൾക്ക് പറയാം. ഇൻട്രൻസിക് വാല്യൂവിനെ തന്നെ നമ്മൾക്ക് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ടൈം വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ മുന്നിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ടൈം വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ അതായത് മണിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ടൈം കൂടുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ആകും എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ടൈം വാല്യൂ കൺസെപ്റ്റ് നമ്മൾക്ക് വരുന്നത്. ഇതിലും പറയുന്നത് ഇൻ ദ മണി ആൻഡ് ഔട്ട് ദ മണിയുടെ കൺസെപ്റ്റ് ആണ് നമ്മൾക്ക് പറയുന്നത്. ഇതിൽ ഇൻ ദ മണി എന്നാണെങ്കിൽ വെയിറ്റ് റാദർ ദാൻ എക്സൈസ് ഇമീഡിയറ്റ്ലി ബിക്കോസ് ബൈ വെയിറ്റിംഗ് ഹി മേ ബി ഏബിൾ ടു ഗെറ്റ് ഹയർ പ്രോഫിറ്റ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഉള്ള ഒരു 500 രൂപയ്ക്ക് നമ്മളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ ഓക്കെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു സാധനം വരും അസറ്റ്സ് നമ്മൾ കൊടുക്കുകയാണ്. അസറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു 1 lakh ആണ് അതിന് വാല്യൂ കിട്ടുന്നതെന്ന് വെക്കുക. അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലാൻഡ് എടുക്കുക. ഓക്കെ, ലാൻഡ് നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ അതിനൊരു 1 lakh ആണ്. ഇതേ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോഴോ നമുക്ക് 1 lakh ആണോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്? അല്ല, മേ ബി 2 or 3 or 5 lakhന്റെ ബേസിസിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂല് പറഞ്ഞത് ഇപ്പൊ എന്താണോ അത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ടൈം വാല്യൂല് പറയുന്നത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ടൈം വാല്യൂ എന്നുള്ള കൺസെപ്റ്റിലൂടെ പറയുന്നത്. ഓക്കെ, സോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പൊട്ടൻഷ്യൽ ഓഫ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷനിൽ തന്നെ നമുക്ക് ഇപ്പോൾ എക്സ്പയറി ആവുന്ന ഒരു കാര്യമാണ് എന്നാണെങ്കിൽ നമ്മൾ അതിപ്പോൾ വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പൊ എക്സ്പയറി ആവുന്നതിന് നമ്മൾക്കിനി ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കൂടുതൽ കിട്ടുകയാണ് എന്നാണെങ്കിലോ അപ്പൊ നമ്മൾ അപ്പോഴും മേടിക്കുന്നതായിരിക്കും നമ്മൾക്ക് കുറച്ചുകൂടി ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ. ഓക്കെ, അതാണ് ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത്
ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓപ്ഷൻ പ്രീമിയം ആൻഡ് ദ ഇൻട്രൻസിക് വാല്യൂ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ടൈം വാല്യൂവിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ മാർക്കറ്റ് പ്രൈസിന്റെ ബേസിസിലാകും. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഓപ്ഷൻ എക്സീഡ് ഇറ്റ്സ് ഇൻട്രൻസിക് വാല്യൂവിന്റെ ബേസിസിലാകും നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂറോപ്യൻ ഓപ്ഷൻ എന്നുള്ളത് ഈ ആർഗ്യുമെന്റിൽ കൂടെ ഇൻക്ലൂഡ് ആവാത്ത ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഓപ്ഷന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ ഉണ്ട്. അതിൽ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ വരത്തില്ല. ഓക്കെ, ടൈം വാല്യൂവിനെ തന്നെ നമ്മൾ എക്സ്ട്രാൻസിക് വാല്യൂ അല്ലെങ്കിൽ പ്രീമിയം ഓവർ പാരിറ്റി ഓർ സ്പെക്കുലേറ്റീവ് വാല്യൂ, വൊളാറ്റിൽ വാല്യൂ എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ പറയാം. ഓക്കെ, സോ ടൈം വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയം മൈനസ് ഇൻട്രൻസിക് വാല്യൂ എന്നുള്ളതിന്റെ കൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത് ഈ ടൈമിന്റെ ബേസിസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ അതിന്റെ വൊളാറ്റിൽ നേച്ചർ അനുസരിച്ചായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന്റെ ബേസിസിലോട്ട് മാറുന്നത്. ഈ ഔട്ട് ദ മണി കൺസെപ്റ്റും അറ്റ് ദ മണി കൺസെപ്റ്റും ഉണ്ട്. ഇതിന് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഔട്ട് ദ മണിയും അറ്റ് ദ മണിയാണ് നമുക്ക് ഇവിടെ രണ്ട് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, ടൈം വാല്യൂവിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാനുള്ള സാധ്യത കൂടി ഇല്ല എന്നാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത് ഡിമിനിഷിങ് ആൻഡ് വിൽ ബി റീച്ച് സീറോയിലോട്ട് പോകാനുള്ള സാധ്യതകൾ നമ്മൾക്ക് ഈ കാര്യത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇതിന്റെ എക്സ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിന് അത്രത്തോളം ഒരു ക്വസ്റ്റ്യൻസ് ലൈക്ക് വെയിറ്റിംഗ് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും നമ്മൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈ ടൈം വാല്യൂ എന്ന് പറയുന്നത് സീറോ എന്നുള്ളതിന്റെ ബേസിസിലോട്ടും കൂടി നമ്മൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പറയുന്നത്. സ്ട്രൈക്ക് പ്രൈസിന്റെ ഒരു ഗ്രാഫ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഓക്കെ, ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി എന്നുള്ളതിന്റെ ബേസിസിൽ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസ് എന്നുള്ളതാണ്. അതിൽ ആദ്യം പറയുന്നത് കറന്റ് പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എത്രയാണ് ആ അണ്ടർലൈങ് അസറ്റ്സിന്റെ പ്രൈസ് എന്നുള്ളതിന്റെ ബേസിസിലാണ് നമുക്ക് ആദ്യം അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ടൈം ചേഞ്ച് ചെയ്തതിനനുസരിച്ച് അതിന്റെ വാല്യൂ ചേഞ്ച് ആയി വരുന്നതായിരിക്കും. അതിന്റെ ബേസിസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ചേഞ്ചസ് ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇതാണ് ആദ്യം വരുന്നത്. ദെൻ എക്സൈസ് പ്രൈസ് ആണ്. എക്സൈസ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ പ്രൈസിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ്. അതായത് നമ്മുടെ സ്പോട്ട് പ്രൈസിന്റെ ഓപ്പോസിറ്റിലോട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഹയർ എക്സൈസ് പ്രൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോവർ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് നമുക്ക് ഈ എക്സൈസ് പ്രൈസ് എന്ന് നമുക്ക് പറയുന്നത്. ഇതും കൂടി നമ്മളുടെ ഓപ്ഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ടൈം വാല്യൂ എക്സ്പ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ജനറലി കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും വരുന്ന ഒരു ബെനിഫിറ്റ്സിന്റെ ബേസിസിൽ വരുന്നതാണ്. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലൈക്ക് എക്സ്പയറി എന്നുള്ളതിന്റെ ബേസിസിൽ പറയാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളുടെ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൺവേഴ്സ്ലി നമ്മുടെ ലെസർ ദാൻ ടൈം വാല്യൂ ആയിരിക്കും. നമുക്ക് വരുന്ന ടൈം വാല്യൂവിനെക്കാട്ടിലും ലെസർ ദാൻ വാല്യൂ ആയിരിക്കും നമ്മളുടെ ഈ മേക്ക് ഓപ്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷന്റെ കേസസിൽ നമ്മളുടെ ഈ ചാൻസസ് എന്ന് പറയുന്നത് ഇൻ ദ മണി എന്നുള്ളതിന്റെ ബേസിസിലായിട്ട് നമ്മൾക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നതും നമ്മളുടെ ഈ പീരീഡ് അനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനിൽ നമ്മളുടെ ഈ 3 months എന്നുള്ളതായിരിക്കും നമുക്ക് മിക്കവാറും ഈ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 3 months അല്ലെങ്കിൽ 1 month എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ ആകും വരുന്നത്. ദെൻ വൊളാറ്റിലിറ്റി ഓർ വേരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മേജർ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എഫക്ട് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് പ്രൈസിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിൽ ഈ സ്റ്റോക്ക് ഇൻഡെക്സസും അതേപോലെ തന്നെ ഈ അസറ്റ്സിന്റെ ടെൻഡേഴ്സും നമുക്ക് ഓവർ ദി ടൈം ഫ്ലക്ച്വേറ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ ഒരു അൺസർട്ടനിറ്റി വരാനും ഫ്യൂച്ചർ മൂവ്മെന്റ്സിൽ സ്റ്റോക്ക് പ്രൈസ് കുറയുകയാണെങ്കിൽ അത് നമ്മൾ എടുത്തൊരു ഡിസിഷനെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നതും നമ്മൾക്ക് പ്രോഫിറ്റിനെക്കാട്ടിലും കൂടുതൽ ലോസ് വരാനായിട്ടുള്ള സാധ്യതകളും കൂടുതൽ റിസ്ക് വരാനായിട്ടുള്ള സാധ്യതകളും നമ്മൾക്ക് ആ റിസ്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത സാധ്യതകളോട്ടൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതും കൂടി നമ്മുടെ ഓപ്ഷൻ പ്രൈസിനെ അഫക്ട് ചെയ്യുന്നതാണ്. അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന സമയത്ത് നമ്മൾക്ക് എക്സൈസ് പ്രൈസ് എന്ന് പറയുന്നത് ലോവർ എന്നുള്ള രീതിയിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നതും ഡിക്രീസ് ആവാനായിട്ടാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതല്ലാതെ തന്നെ നമുക്ക് മറ്റുള്ള ഫാക്ടേഴ്സും അഫക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ദെൻ ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓണർഷിപ്പിന്റെ ഒരു റൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ആ ഹോൾഡേഴ്സിന് അസറ്റ്സിന്റെ ബേസിസിൽ ഡിവിഡൻഡ് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഡെറിവേറ്റീവിന്റെ ബേസിസിൽ.
ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഇക്വലന്റ് എമൗണ്ടിൽ വരുന്ന ഡിക്രീസസ്, നമ്മുടെ സ്പോട്ട് പ്രൈസിന്റെ ഡിക്രീസസിനും കൂടി ഇതൊരു റീസൺ ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്, BOPM എന്ന് നമ്മൾ അതിനെ പറയും. ഇത് പറയുന്നത് ജോൺ ഹോക്സ് ആണ്, അതേപോലെ തന്നെ സ്റ്റെഫിൻ റോസ് ആൻഡ് മാർക്ക് റോബസ്റ്റ്യൻസ് ആണ് 1979 കൊണ്ടുവന്നത് ഇതിന്. ഈ മോഡൽ എന്ന് പറയുന്നത് CRR ഓപ്ഷനിൽ നമ്മൾ പ്രൈസിംഗ് മോഡലിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഈ മോഡലിൽ നമുക്ക് ഒരു അനലിറ്റിക്കൽ സൊല്യൂഷൻ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളുടെ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ മോഡൽ കൺസിഡർ ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റ്സ് ഐദർ ഗോ അപ്പ് ഓർ ഗോ ഡൗൺ, ഓരോരോ പീരീഡ് അനുസരിച്ച് അത് എത്രത്തോളം മുകളോട്ടും താഴോട്ടും പോകുന്നത് എന്നുള്ളതിന്റെ ബേസിസിലാണ് ഈ പ്രൈസിംഗ് മോഡലിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഈ അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രൈക്ക് ഓപ്ഷൻ പ്രൈസ് ഇല്ലേ, അതിന്റെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പേ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നതും ഈ സിനോറിയോന്റെ ബേസിസിൽ വരുന്നതാകും. ഇതിൽ തന്നെ നമുക്ക് ഈ ഡിസ്കൗണ്ട് പേ ഓഫ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇതിൽ തന്നെ നമ്മൾ ഈ പ്രോബബിലിറ്റി ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബബിലിറ്റി ട്രീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് വരുന്ന നമ്മൾ ഒരു പ്രൈസിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ബൈനോമിയൽ ട്രീ എന്ന് കൂടി പറയുന്നുണ്ട്. ഈ ബൈനോമിയൽ ട്രീ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ഇന്റർവെൽ ടൈം പീരീഡിൽ വരുന്ന സ്റ്റോക്സിൽ വരുന്ന രണ്ട് പോസിബിൾ വാല്യൂസിനെയാണ് നോക്കുന്നത്. അതായത് അപ്സൈഡ് മൂവും ഡൗൺ സൈഡ് മൂവും വരുന്നതാണ് നമ്മളവിടെ നോക്കുന്നത്. ഇതിൽ തന്നെ ഈ ഓവർ ലോങ് പീരിയഡ് ടൈം ആഫ്റ്റർ സെവറൽ സച്ച് മൂവ് ആണെങ്കിൽ അതിന് നമ്മുടെ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് ഡിസ്റ്റന്റ് വാല്യൂയിലോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഈ ബൈനോമിയൽ മോഡലിനെ തന്നെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ടൈം ടു എക്സ്പ്രഷൻ എന്നുള്ളതും അതേപോലെ തന്നെ പൊട്ടൻഷ്യലി എ വെരി ലാർജ് നമ്പർ ഓഫ് ടൈം ഇന്റർവെൽസ് ഓർ സ്റ്റെപ്പ് എന്നുള്ളത് രണ്ട് കേസസിലാണ് നോക്കുന്നത്. ഓക്കെ, ടൈം ഇൻ ടു പൊട്ടൻഷ്യലി അതേപോലെ തന്നെ എ വെരി ലാർജ് നമ്പർ ഓഫ് ടൈം ഇന്റർവെൽ ഓർ സ്റ്റെപ്സ് എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ബൈനോമിയൽ ട്രീ സ്റ്റോക്ക് പ്രൈസസിൽ നമ്മൾ ഇനീഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വർക്കിംഗ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്രസന്റ് എക്സ്പ്രഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതിൽ ഓരോ സ്റ്റേജസിലും നമ്മളുടെ സ്റ്റോക്ക് പ്രൈസും അതേപോലെ തന്നെ അപ്വേർഡും ഡൗൺവേർഡ് എമൗണ്ട് കാൽക്കുലേഷൻസും വൊളാറ്റിൽ ചേഞ്ചസും എക്സ്പയറി ആവുന്നതും ടൈമും എല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. ഇതില് ഈ ബൈനോമിയലിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിലാകും, അതേപോലെ തന്നെ അത് അണ്ടർലൈൻ സ്റ്റോക്ക് പ്രൈസസിന്റെ ബേസിസിലും ആകും. ഈ ബൈനോമിയലിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പോസിബിൾ പാത്ത് ആയിട്ടാണ്. ഒരു സ്റ്റോക്ക് പ്രൈസസിന് ഒരു ഡ്യൂറിംഗ് ദ ലൈഫ് പീരിയഡിൽ വരുന്ന ഒരു പാത്തായിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അതിന്റെ എൻഡിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷന്റെ എക്സ്പയറി ഡേറ്റ് ആയിരിക്കും നമ്മുടെ എൻഡിലോട്ട് വരുന്നത്. ഓക്കെ, അത് ഏകദേശം ആ ഇൻട്രൻസിക് വാല്യൂന്റെ സിമിലർ ആയിട്ടായിരിക്കും നമ്മൾക്ക് വരുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഡിസ്ക്രിറ്റ് ടൈം മോഡൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ നമുക്ക് രണ്ട് ഔട്ട്കം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മൾ അപ്വേർഡും ഡൗൺവേർഡും ബേസിസിലാണല്ലോ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഔട്ട്കമും കിട്ടും. ഓക്കെ, ഇതിനെ നമ്മൾ 2 സ്റ്റേറ്റ് മോഡൽ എന്ന് കൂടി പറയുന്നുണ്ട്, ബിക്കോസ് രണ്ട് ഔട്ട്കം കിട്ടുന്നത് കൊണ്ട്. ഓക്കെ, ഇതിന്റെ പ്രൈസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ, അതായത് ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ പറയുന്നതാണ് ബൈനോമിയൽ ട്രീ എന്നുള്ളതാണ്. ബൈനോമിയൽ ട്രീന്റെ പ്രോബ്ലംസ് ഒക്കെയാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ നോക്കട്ടെ, ജസ്റ്റ് ബൈനോമിയൽ ട്രീ എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക. അവിടെ ജസ്റ്റ് ഒന്ന് നമ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ നമ്പേഴ്സിന്റെ ബേസിസിൽ ജസ്റ്റ് ഒന്ന് ബൈനോമിയൽ ട്രീ ഒന്ന് നിങ്ങൾ വരച്ചാൽ മാത്രം മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഫീച്ചേഴ്സിൽ വരുന്നത്. ഒന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ടൈം മോഡലാണ്. ഇതിന്റെ ലെങ്ത് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇന്റർവെൽ റിമൈൻ കോൺസ്റ്റന്റ് ആയിരിക്കും ഈ ട്രീന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ. ലൈക്ക് ഈ മന്ത്സ് ഒക്കെ ആയിരിക്കും ഒക്കെ വരുന്നത്. ദെൻ വൊളാറ്റിലാണ്, റിമൈൻ കോൺസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട് ദ ട്രീന്റെ ബേസിസിലാകും അതിന്റെ വൊളാറ്റിൽ ചേഞ്ചസ് വരുന്നതും. ദെൻ അതേപോലെ തന്നെ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്വേർഡ് മൂവ്മെന്റും ഡൗൺവേർഡ് മൂവ്മെന്റും ഇതായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം ആയിരിക്കും, എൻ്റയർ ട്രീയും സെയിം ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ദെൻ ഒരു റീകോമ്പിനന്റ് ആയിട്ടുള്ള ഒരു ബൈനോമിയൽ ട്രീ ആണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ദെൻ ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് പ്രോസസ് കാൽക്കുലേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ അസംപ്ഷൻസ് ആണ്. അസംപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അസംപ്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അസംപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നതാണ് ദ കറന്റ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് ക്യാൻ ടേക്ക് ഓൺലി 2 പോസിബിൾ വാല്യൂ. ഓക്കെ, കറന്റ് സെല്ലിംഗ് പ്രൈസിന് ഒരു 2 വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പർ വാല്യൂം ലോവർ വാല്യൂം. ഓക്കെ, ഇതാണ് ആദ്യത്തെ അസംപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾക്ക് 4 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്ന് വന്നിട്ട് ദർ ആർ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ദെൻ ടാക്സ് ഓർ മാർജിൻ റിക്വയർമെന്റ്, ഇതൊന്നും നമ്മൾക്ക് ഇല്ല.
ഇതിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനും പറ്റും. അതെന്ന് പറയുന്നത് ഒരു റിസ്ക്ലെസ് റേറ്റിലൂടെ ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് അവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. ദെൻ ഓൺലി ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡിങ് ചെയ്യുന്നതിന്റെ ബേസിസിലും കൂടി ആവും. ദെൻ ഇതിൽ വരുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ട്രേഡബിൾ ആണ്. ഇൻഫ്രാക്ഷന്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. ദെൻ ഇതിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്സ്വാങ്ങും ഡൗൺസ്വാങ്ങും ആയിട്ടുള്ളതിന്റെ ബേസിസിലായിരിക്കും പ്രിഡിക്റ്റബിൾ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദെൻ ഡി ആണ്. ഓക്കെ, ബട്ട് സ്മോളർ ദെൻ യു ആണ്. ഈ അസംഷൻ എന്ന് പറയുന്നത് എൻഷുർ ചെയ്യുന്നത് നോ ഓർബിട്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിന്റെ ബേസിസിലാണ് ഈ അസംഷൻ അവർ എടുത്തത്. ഓക്കെ. ഇതിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോൺ ടു വെൽത്ത് മാക്സിമൈസേഷനും അതേപോലെ തന്നെ ലോസ് നോ ടൈം എക്സ്പ്ലോറേഷനും ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റിയുടെ ബേസിസിലാണ് ഇവിടെയും വരുന്നത്. ദെൻ ഇതിൽ വരുന്ന സെക്യൂരിറ്റി ചേഞ്ചസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വരുന്ന പ്രൈസിന്റെ ബേസിസിൽ വരുന്ന സെക്യൂരിറ്റി ചേഞ്ചസ് ആണ്. ദെൻ ഇതിൽ എക്സൈസ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇ എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഈ ബൈനോമിയൽ മോഡലിൽ നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത്, സിംഗിൾ പീരീഡും മൾട്ടി പീരീഡും. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. സിംഗിൾ പീരീഡ് എന്താണ്, മൾട്ടി പീരീഡ് എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ, 2 പീരീഡ് ഉണ്ട്, അത് മാത്രം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്ന കൺസെപ്റ്റ് ആണ്. ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെയാണ് പിന്നെ വരുന്നത്, അതൊന്നും നിങ്ങൾ അങ്ങനെ നോക്കണ്ട. ഓക്കെ. പിന്നെ ഇതിൽ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. ഓക്കെ. അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ മുന്നിൽ പറഞ്ഞ ആ ഫീച്ചേഴ്സ് ഒക്കെ അല്ലേ, അതൊക്കെ തന്നെ നമ്മൾക്കിവിടെ അഡ്വാൻറ്റേജസും പറയുന്നത്. പിന്നെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ അസംഷൻസിനെയാണ് നമ്മളിവിടെ ലിമിറ്റേഷൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ബൈനോമിയൽ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈസിംഗ് മോഡൽ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മോഡൽ എന്ന് പറയുന്നത് അത്രത്തോളം നമുക്ക് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് ഫീച്ചേഴ്സ് ലൈക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ ഈ മോഡൽ നമുക്ക് സിമ്പിൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൽ തന്നെ നമുക്ക് ദിസ് ഇസ് കൺസിഡർ ടു ബി മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലോങ് ഡേറ്റ് ഓപ്ഷൻസിന്റെ ബേസിസിലൊക്കെ നമുക്ക് ഇത് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈസി ടു കാൽക്കുലേറ്റഡ് ആണ്. ദെൻ സ്പ്രെഡ്ഷീറ്റിലൊക്കെയാണ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. ഓക്കെ. അതേപോലെ തന്നെ ബൈനോമിയൽ ഓപ്ഷൻ മോഡലിൽ നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത് ആക്യുറേറ്റ്ലി അമേരിക്കൻ ഓപ്ഷന്റെ ബേസിസിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ബൈനോമിയൽ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് എവറി പോയിന്റ് ഓഫ് ഓപ്ഷന്റെ ലൈഫിന്റെ ബേസിസിൽ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ദെൻ ഇതിൽ നമുക്ക് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ബേസിസിൽ. സോ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ റിസ്ക്ലെസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഈ മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയീസിന് സ്റ്റോക്ക് ഓപ്ഷൻ എന്നുള്ളതിന്റെ ബേസിസിലും കറൻസി ഓപ്ഷൻസിന്റെ ബേസിസിലൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ദെൻ ഇതിന്റെ ലിമിറ്റേഷൻസ് ആണെങ്കിൽ ദ ബേസിക് അസംഷൻസ് ആയിട്ട് വരുന്ന 2 പോസിബിലിറ്റീസ് ആയിട്ടുള്ള ഷെയർ പ്രൈസ് ഓവർ നെക്സ്റ്റ് 1 പീരീഡ് ഈസ് ഇമ്പാക്റ്റഡ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ദെൻ റിലേറ്റീവ്ലി സ്ലോ മോഡലാണ്. ദെൻ അതേപോലെ തന്നെ ഈ മോഡൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സൊല്യൂഷൻ തരുന്നതല്ല. ഓക്കെ. തൗസൻഡ്സ് ഓഫ് പ്രൈസസ് നമുക്ക് ക്വിക്ക്ലി എടുക്കാൻ പറ്റുന്ന എന്നാണെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനൊന്നും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്. നമ്മുടെ ബ്ലാക്ക് സ്കോൾസ് എന്നുള്ള ഒരു മോഡൽ നമ്മൾ ഇനി പഠിക്കും. ആ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മോഡലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് സ്കോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബൈനോമിയൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് സ്കോൾസ്, ഇത് രണ്ടായിരിക്കും നിങ്ങൾക്ക് മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മൊത്തം വരുന്നത് തന്നെ. ഓക്കെ. സോ നമ്മുടെ ബ്ലാക്ക് ആൻഡ് സ്കോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് മോഡൽ പറഞ്ഞാൽ നമ്മൾ എന്താന്ന് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 1973 ആ സമയം കൊണ്ടുവന്നത് തന്നെ നമ്മളുടെ ഒരു ഫിഷർ ബ്ലാക്ക് ആൻഡ് മൈറോൺ സ്കോളേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തത് പ്രൈസിംഗ് ഓപ്ഷൻ മോഡൽ. ഇത് പബ്ലിഷ് ചെയ്തത് പാത്ത് ബ്രേക്കിംഗ് പേപ്പർ ടൈറ്റിൽ എന്നുള്ളതിന്റെ ബേസിസിൽ ദ പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ലയബിലിറ്റി എന്നുള്ളതിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഈ മോഡൽ ഇപ്പൊ അറിയുന്നത് ബ്ലാക്ക് സ്കോൾസ് മോഡൽ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇതിൽ ഈ റോബർട്ട് മൈറോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു എക്കണോമിക്സ് എന്നുള്ളതിന്റെ ബേസിസിൽ കോൺട്രിബ്യൂഷൻ കിട്ടിയ ഒരു പ്രൈസിംഗ് ഓപ്ഷൻ പ്രൈസിംഗ് ആയിട്ട് 1997 ഇത് കിട്ടിയത്. ഓക്കെ. ബ്ലാക്ക് ഹെഡ് 1995 മരിച്ചു. ഇതൊക്കെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ആ പേഴ്സൺ ഡെവലപ്പ് ചെയ്ത പേഴ്സണിനെ കുറിച്ച് പറയുന്നതാണ്. ഇത് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാം. ഓക്കെ. ദെൻ ഈ മോഡലിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ബിക്കം ദ സ്റ്റാൻഡേർഡ് മെത്തേഡ്, പ്രൈസിംഗ് ഓപ്ഷനിൽ തന്നെ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ആയിട്ടാണ് ഈ മോഡൽ നമ്മൾക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ മോഡലിൽ നമ്മൾക്ക് നമ്മുടെ ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം യൂറോപ്യൻ കോൾ ഓപ്ഷന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മോഡൽ നമ്മളുടെ ഈ സ്റ്റോക്ക് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, റിസ്ക് എന്നുള്ള കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു
യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ബേസിസിലുള്ള ഒരു സ്റ്റോക്ക് റെന്റ് ബേസിസിലാണ് നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഈ മോഡൽ നമ്മൾക്ക് ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് സ്കോൾസ് മോഡലിനെ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു റിസ്ക് നാച്ചുറൽ വാല്യുവേഷൻ അപ്രോച്ചസ് ആയിട്ട് കൂടി നമുക്ക് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് അതിന്റെ ഫോർമുലയാണ്. ഈ ഫോർമുല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമ്മൾക്ക് C is equal to SN ബ്രാക്കറ്റിൽ D1 മൈനസ് E ദെൻ സ്മോൾ ലെറ്റർ E റൈസ് ടു RT ദെൻ N ഇൻറ്റു E D2 എന്നുള്ളത് പറയുന്നുണ്ട്. ജസ്റ്റ് ഫോർമുല എന്താന്നുള്ളത് നോക്കി വയ്ക്കുക. ഇതിൽ ഓരോന്ന് എന്താ പറയുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ ഇതിൽ എൻ്റെ അസംഷൻസ് ആണ്. ഇതിൽ വരുന്ന അസംഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 അസംഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. ദെൻ ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ടാക്സ് ഇല്ല, റിസ്ക്ലെസ് ആയിട്ടുള്ള ആർബിട്രേജ് പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല, ഡിവിഡൻഡ് പേയ്മെന്റും ഇവിടെ ഇല്ല, ഷോർട്ട് സെല്ലിംഗ് പെർമിറ്റ് ചെയ്യുന്നതാവും. അതേപോലെ തന്നെ വൊളാറ്റിലിറ്റി വരുന്ന സമയത്ത്, അണ്ടർലൈനിൽ വൊളാറ്റിലിറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഇസ് നോൺ ആൻഡ് കോൺസ്റ്റന്റ് ബേസിസിലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതൊക്കെ പോസിബിൾ ആണ്. ഷെയർ പ്രൈസസിൽ തന്നെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കണ്ടിന്യൂസ്ലി നമുക്ക് ഈ കമ്പോണന്റ് ബേസിസിലെല്ലാം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. ദെൻ ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആണ് പബ്ലിക്സിന്. പക്ഷെ പീപ്പിൾ നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, പെട്ടെന്ന് ഡയറക്ഷൻസും കാര്യങ്ങളൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. നോ പോസിബിലിറ്റി ഓഫ് എൻ ഇയർലി എക്സിസ്. ഇയർലി വരുന്ന ഒരു മെച്യൂരിറ്റിയോ അതിന്റെ ബേസിസിലൊന്നും നമുക്ക് ഇവിടെ വരത്തില്ല. എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്തതിന്റെ ബേസിസിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. ഓക്കെ, എക്സാമിന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബൈനോമിയലും അതേപോലെ തന്നെ ഈ ബ്ലാക്ക് സ്കോൾസും ദെൻ അതേപോലെ തന്നെ അതിന്റെ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ദെൻ ഇൻട്രൻസിക് ടൈം വാല്യൂ, അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 വെയിറ്റേജിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ അതായത് ബ്ലാക്ക് സ്കോൾസിന്റെ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ പുട്ട് ഓപ്ഷൻ പ്രൈസിങ്ങും കോൾ ഓപ്ഷൻ പ്രൈസിങ്ങും ആണ്. അതിന്റെ വാല്യുവേഷൻസ് ആണ് നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഈ പുട്ട് ഓപ്ഷൻ പ്രൈസിങ് എന്താണ്, ബ്ലാക്ക് സ്കോൾസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ അതിൽ നമുക്കൊരു ഫോർമുല പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോപ്യന്റെ ബേസിസിലാണ് വരുന്നത്. നമ്മുടെ അസറ്റ്സ് വിത്തൗട്ട് എനി ഇന്റർമീഡിയറ്റ് ഇൻകത്തിന്റെ ബേസിസിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സൈമൾട്ടേനിയസ്ലി നമ്മുടെ ബെൽ ജോർണൽസിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടേക്ക് ഒരു ഫോർമുല പറയുന്നുണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്ത ഫോർമുല ഇല്ലേ, ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അത് ആ ഫോർമുല മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെയും ചെയ്താൽ മതിയാകും, ലൈക്ക് അത് എഴുതി വെച്ചാൽ മതിയാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ ബൈനോമിയലിന്റെയും ബ്ലാക്ക് സ്കോൾസിന്റെയും ഡിഫറൻസ് ആണ്. അതിന്റെ അസംഷൻസ് തന്നെയാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഈ 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക്, ലൈക്ക് 2 മോഡൽസ് ആണ് നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൈസിങ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ.